ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ടാസ്കിന്റെ മൂന്നാമത്തെ റൗണ്ട് ആയിരുന്നു. എല്ലാവരും മത്സര വീര്യത്തോടെ തന്നെ കളിച്ചു. അനീഷിന്റെ സ്പോട്ടിൽ അനുമോൾ കയറി നിന്നുകൊണ്ട് അനുമോൾക്ക് അത്യാവശ്യം പാവയുടെ പാർട്സ് കിട്ടിയെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇപ്പൊ നൂറയും അനുമോളും കൂടി ഇരുന്ന പാർട്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. ആ മൈജി കോണ്ടർ ഇരുന്നിട്ട് പില്ലോടെ ഇടയ്ക്കൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാൻ വന്നതൊന്നുമല്ല, ഈ ഒരു മത്സര വീര്യത്തിന്റെ ഭാഗമായിട്ട് എന്താണ് സംഭവിച്ചത്? അനീഷ് ലൈറ്റായിട്ട് അക്ബറിന്റെ കൈ കയറി ഒന്ന് കടിച്ചു. പിന്നെ അക്ബർ എന്ത് ചെയ്തു? അക്ബർ തലമണ്ട നോക്കി 2 അടി അങ്ങ് കൊടുത്തു. ഇത് ഞാൻ കണ്ടോണ്ടിരുന്ന സാധനമാണ് കേട്ടോ. ഇത് അക്ബർ അടിച്ചത് നല്ല വിസിബിൾ ആയിട്ട് തന്നെ ലൈവിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അക്ബർ അടിച്ചു. അത് അനീഷ് അടിച്ചതിന്റെ ഒരു റിഫ്ലക്സ് എന്ന പോലെയാണ് അക്ബർ അടിച്ചത്. അത് അവിടെ വെട്ടിപ്പോയ കേസാണ് കേട്ടോ. അത് ഇനി ലാലേട്ടൻ വന്നിട്ട് ആരെയാണ് കൊടയാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ആരെ കൊടഞ്ഞാലും ഞാൻ ഇത് തന്നെ പറയത്തുള്ളൂ, വെട്ടിപ്പോയ കേസാണ്. അനീഷ് കടിച്ചു, അക്ബർ അടിച്ചു. അതുകൊണ്ട് അനീഷിനും അതൊരു ഇഷ്യൂ ഇല്ല, അക്ബറിനും അതൊരു ഇഷ്യൂ ഇല്ല. അക്ബർ പിന്നീട് പറയുന്നുണ്ട്, ഞാൻ എന്റെ ദേഹത്തെങ്ങാനും തൊട്ടാൽ അല്ലെങ്കിൽ കടിച്ചാൽ അപ്പൊ തന്നെ അടിയാണ് എന്ന് പറയുന്നുണ്ട് അക്ബർ. അപ്പൊ അക്ബർ നല്ല കലിപ്പിലായിരുന്നു, കലിപ്പിൽ തന്നെയാണ് അടിച്ചത് കേട്ടോ. നല്ല പോലെ തന്നെ അടിച്ചിട്ടുണ്ട്. അത് ഫിസിക്കൽ അസോൾട്ട് ആയിട്ട് എന്തായിട്ട് വേണേലും കണക്കാക്കാം. നമുക്ക് കണക്കായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ല, അതുകൊണ്ട് വേറെ ഗുണമൊന്നുമില്ല. അനീഷ് അതൊരു ഇഷ്യൂ ആക്കിയിട്ടില്ല, കാരണം കടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. വേറെ ആരായിരുന്നെങ്കിലും അതൊരു ഇഷ്യൂ ആക്കിയാൽ അനീഷ് ആയിരുന്നുകൊണ്ട് മാത്രമാണ് അതൊരു ഇഷ്യൂ ആവാതെ പോയത്. ഇപ്പൊ മുമ്പുള്ള സീസൺസിലുള്ള ആരെങ്കിലും ഒക്കെ നിങ്ങൾ ഇവിടെ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അനീഷ് ഏത് രീതിയിലാണ് ഗെയിം കളിക്കുന്നത് എന്നുള്ളത്. അനീഷിന്റെ ഒരു ഗെയിമിംഗ് രീതി അല്ല ഈ ഇരവാദം അല്ലെങ്കിൽ വിക്ടിമൈസേഷൻ എന്നുള്ള ഈ ഒരു സാധനം. അനീഷ് വിക്ടിം കാർഡ് ഒരു തവണ പോലും കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെയൊക്കെയാണ് നമുക്കത് ശരിക്കും മനസ്സിലാവുന്നത്, ഒബ്വിയസ് ആയിട്ട് മനസ്സിലാവുന്നത്. അക്ബറിനെയും എടുത്തു പറയണം കേട്ടോ. അക്ബറും അത് ആ രീതിയിലുള്ള ഒരു ഗെയിം സ്പിരിറ്റിലായിട്ട് എടുത്തിട്ടുള്ളൂ. അല്ലാതെ അക്ബറും വലിയ ഇഷ്യൂ ഉണ്ടാക്കാനൊന്നും പോയില്ല. കടിച്ചത് അത് ആ നിമിഷം അത് രണ്ടുപേരും പൊട്ടിത്തെറിച്ചു, അത് അവിടെ സോൾവ് ആയി പോയ ഒരു കേസാണ്. അപ്പൊ ഇതൊക്കെയാണ് ലൈവിനകത്ത്. പിന്നെ അക്ബറിന്റെ പാവ ആദിലെ എടുത്തു എന്ന് അങ്ങനെ എന്തോ പറയുന്നതായിട്ട് കേട്ടിരുന്നു. അതിന്റെ വഴക്കും കാര്യങ്ങളൊക്കെ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.